നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് സർവകലാശാലയിൽ ഫലപ്രഖ്യാപനത്തിന് ശേഷം നിയമവിരുദ്ധമായി ഇന്റേണൽ മാർക്ക് തിരുത്തിയതായി സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ. 43 പേരുടെ ഇന്റേണൽ മാർക്കാണ് ഫലപ്രഖ്യാപനത്തിന് ശേഷം തിരുത്തിയതായി സംസ്ഥാന ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയത്. ഇതിനു പുറമെ ഉത്തരക്കടലാസുകൾ കാണാതായ സംഭവങ്ങളിൽ ഉത്തരവാദികളെ കണ്ടെത്താൻ പോലും സർവകലാശാലയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാന ഓഡിറ്റ് വിഭാഗം കാലിക്കറ്റ് സർവകലാശാലയിൽ നടത്തിയ ഓഡിറ്റിലാണ് ഇന്റേണൽ മാർക്ക് നൽകുന്നതിൽ ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയത്. 2020-2021 അധ്യയന വർഷത്തെ സിൻഡിക്കേറ്റ് പരീക്ഷ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഉൾപ്പെടെ പരിശോധിച്ചതിൽ നിന്നാണ് 43 പേരുടെ ഇന്റേണൽ മാർക്ക് ഫലപ്രഖ്യാപനത്തിന് ശേഷവും തിരുത്താൻ അവസരം നൽകിയിട്ടുണ്ടെന്ന് വ്യക്തമായത്. ഇത് സർവകലാശാല ചട്ടങ്ങളുടെ ലംഘനമാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. കാലിക്കറ്റ് സർവകലാശാലയിലെ ഹാൻഡ് ബുക്ക് ഓഫ് എക്സാമിനേഷൻ പ്രകാരം ഇന്റേണൽ മാർക്ക് കോളേജ് നോട്ടീസിൽ പ്രിൻസിപ്പൽ, വകുപ്പ് മേധാവി, ബന്ധപ്പെട്ട ടീച്ചർ എന്നിവരുടെ സാക്ഷ്യപ്പെടുത്തലോടെ പ്രസിദ്ധീകരിക്കേണ്ടതാണ്. 3 ദിവസമാണ് വിദ്യാർത്ഥികൾക്ക് ഇന്റേണൽ മാർക്ക് സംബന്ധിച്ച് പരാതി സമർപ്പിക്കാനുള്ള സമയം. പരാതികൾ വന്നില്ലെങ്കിൽ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത ശേഷം പരീക്ഷാ കൺട്രോളർക്ക് അയക്കണം. ഫലം പ്രഖ്യാപിച്ച ശേഷം മാർക്കിൽ തിരുത്തൽ വരുത്തുന്നത് അനുവദനീയമല്ലെന്നും ഹാൻഡ് ബുക്കിൽ വ്യക്തമായി പറയുന്നുണ്ട്. ചട്ടവിരുദ്ധമായി 2020-21 അധ്യയന വർഷം 200 വിദ്യാർത്ഥികൾക്ക് ചട്ടവിരുദ്ധമായി ഇന്റേണൽ മാർക്ക് മെച്ചപ്പെടുത്താൻ അനുമതി നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നു. അനർഹമായി ഇന്റേണൽ മാർക്ക് നൽകുന്ന തീരുമാനം പുനഃപരിശോധിക്കണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനു പുറമെ 2020-21 അധ്യയന വർഷത്തിൽ 50-ലധികം വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേപ്പറുകൾ സർവകലാശാലയിൽ നിന്നും കാണാതായെന്നും ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. ഉത്തരക്കടലാസ് കൈകാര്യം ചെയ്യുന്നത് കൂട്ടായ പ്രവർത്തനമായതിനാൽ വീഴ്ചയുടെ ഉത്തരവാദികൾ ആരെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും പരീക്ഷാ വിഭാഗം മറുപടി നൽകിയിരുന്നു. ഈ മറുപടി തൃപ്തികരമല്ലെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. ഉത്തരവാദികളെ കണ്ടെത്തി പുനഃപരീക്ഷ നടത്തിയതിന്റെ നഷ്ടപരിഹാരം ഈടാക്കി അറിയിക്കാനും ഓഡിറ്റ് വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്.